ആകാശവാണി പ്രധാന വാർത്തകൾ. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 17 പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കുട്ടികൾക്കുള്ള ചുമമരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ ഖത്തർ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉത്സവ സീസണിലെ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ സർവീസുകൾ നടത്താൻ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ട് ഡിജിസിഎ. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നവരാത്രി അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ചേരും. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 88 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 17 പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭാവിയിൽ രാജ്യവ്യാപകമായി ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പട്നയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇവിഎം ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾക്കൊപ്പം നിറമുള്ള ഫോട്ടോകളും ഉണ്ടാകുമെന്നും ഇതാദ്യമായി വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനുകളുടെ പുറത്തുവരെ മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകാൻ അനുമതിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. चुनाव आयोग ने वोटर कार्ड के वितरण की हर चरण की एनालिसिस करते हुए अब उसको 15 दिन के अंदर हमारे मतदाता को मिल जाए ऐसी व्यवस्था की. बूथ लेवल ऑफिसर्स के लिए भी फोटो आईडी कार्ड्स शुरू किए गए. बूथ के कमरे के ठीक बाहर मोबाइल जमा कर अपना वोट देने के बाद ठीक बाहर आएं और अपना मोबाइल ले जाएं. किसी भी मतदान केंद्र में 1200 से ज्यादा वोटर नहीं होंगे, जिससे कि वोट डालने में हमारे मतदाताओं को सुविधा मिले. കുട്ടികൾക്കുള്ള ചുമമരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ചുമമരുന്നുകളുടെ ഗുണനിലവാര മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവയുടെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഉന്നതതല യോഗം ചേർന്നു. മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനുമായി 6 സംസ്ഥാനങ്ങളിലെ 19 നിർമ്മാണ യൂണിറ്റുകളിൽ പരിശോധനകൾ ആരംഭിച്ചതായി യോഗത്തിൽ അറിയിച്ചു. മരുന്നുകളുടെ ഗുണനിലവാരവും രോഗികളുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ തടയാൻ നടപടികൾ സ്വീകരിക്കുവാനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഉത്സവ സീസണിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ വിമാന സർവീസുകൾ നടത്താൻ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ട് ഡിജിസിഎ. ഇതേ തുടർന്ന് ഇൻഡിഗോയും എയർ ഇന്ത്യ എക്സ്പ്രസും അധിക സർവീസ് നടത്താൻ തീരുമാനിച്ചു. ഉത്സവ സീസണിൽ എയർലൈൻ നിരക്കുകളും വിമാന സർവീസുകളുടെ എണ്ണവും ഡിജിസിഎ കർശനമായി നിരീക്ഷിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചു. ബാർബഡോസിലെ ബ്രിഡ്ജ് ടൌണിൽ നടക്കുന്ന 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി സമ്മേളനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം പങ്കെടുക്കും. കോമൺവെൽത്ത് ഒരു ആഗോള പങ്കാളി എന്ന വിഷയത്തിൽ അദ്ദേഹം സമ്മേളനത്തിന്റെ പൊതുസഭയെ അഭിസംബോധന ചെയ്യും. ഉഭയകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ശ്രീ ഓം ബിർള കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി പാർലമെന്ററി സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ഈ മാസം 12 വരെ നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിലായി 7 ശില്പശാലകൾ നടക്കും. ഇന്ത്യ US വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ കൌടില്യ സാമ്പത്തിക കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള പങ്കാളിത്ത രാഷ്ട്രങ്ങളുമായി ക്രിയാത്മകമായ ബന്ധം സൂക്ഷിക്കുകയാണ് ഇന്ത്യയുടെ നിലപാടെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. The posture that India adopts is really to have as many productive relationships as possible, but to make sure that none of them are exclusive and result in the denial of opportunities in other relationships. There's multiple relationships with different agendas and with different partners, sometimes in different regions. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ ഖത്തർ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഖത്തർ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ബിൽ ഫൈസൽ അൽ താനിക്കൊപ്പം ഖത്തർ ഇന്ത്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഉഭയകക്ഷി വ്യാപാരം അവലോകനം ചെയ്യുക, നിലവിലുള്ള വ്യാപാര തടസ്സങ്ങളും നോൺ താരിഫ് പ്രശ്നങ്ങളും പരിഹരിക്കുക, വ്യാപാര നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുക എന്നിവയും ഇരുപക്ഷവും ചർച്ച ചെയ്യുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീ പീയൂഷ് ഗോയൽ സംവദിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഈ മാസം 9 തുടക്കമാകും. ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ചർച്ചകൾക്കായിരിക്കും സന്ദർശനത്തിൽ ഊന്നൽ നൽകുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖർ പങ്കെടുക്കുന്ന വ്യാപാര വട്ടമേശ സമ്മേളനത്തിലും ശ്രീ രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനയുടെ 2ാമത്തെ അന്തർവാഹിനി വേധകപ്പൽ ആന്ത്രോത്ത് ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. വൈസ് അഡ്മിറൽ രാജേഷ് പെഡർക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ആന്ത്രോത്തിന്റെ കമ്മീഷനിംഗ് നാവികസേനയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കൊൽക്കത്തയിൽ നിർമ്മിച്ച ആന്ത്രോത്തിന്റെ 80% ഭാഗങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ചതാണ്.
പുതുതലമുറ GST പരിഷ്കാരങ്ങൾ ജമ്മു കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ജമ്മു കാശ്മീരിൽ കരകൌശല വസ്തുക്കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ടൂറിസം, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ GST 12% നിന്ന് 5%-ആയി കുറച്ചത് ചെലവ് കുറയ്ക്കുന്നതിനും പ്രാദേശിക വ്യവസായങ്ങളെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുന്നതിനും സഹായിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. ആഗോളതലത്തിൽ മുൻനിരയിൽ എത്തുന്നതിന് തദ്ദേശീയ ഉൽപ്പന്നങ്ങളോട് ശക്തമായ പ്രതിബദ്ധത ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മഹാരാഷ്ട്രയിലെ അഹല്യനഗർ ജില്ലയിൽ പത്മശ്രീ ഡോക്ടർ വിത്തൽ റാവു വിഖെ പാട്ടീലിന്റെയും പത്മഭൂഷൺ ഡോക്ടർ ബാലാസാഹിബ് വിഖെ പാട്ടീലിന്റെയും പ്രതിമകൾ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. अगर 140 करोड़ की जनता ये तय कर लेती है कि हम न कोई विदेशी वस्तु का उपयोग करेंगे, न कोई विदेशी वस्तु का व्यापार, तो 140 करोड़ देशवासियों की खरीदी से हमारे अर्थतंत्र को बहुत बड़ी गति मिलने वाली है. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം കർഷകർ ഏറ്റെടുക്കണമെന്നും ശ്രീ അമിത് ഷാ അഭ്യർത്ഥിച്ചു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നവരാത്രി അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ചേരും. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കും. 2025-ലെ മലയാള ഭാഷാ ബിൽ, 2025-ലെ കേരള പൊതുസേവനാവകാശ ബിൽ ഉൾപ്പെടെയുള്ള വിവിധ ബില്ലുകളുടെ അവതരണവും ഇന്ന് സഭയിൽ നടക്കും. കേരളത്തിൽ ബുധനാഴ്ച മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകി. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊളംബോയിൽ നടന്ന വനിതാ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. 88 റൺസിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ 43 ഓവറിൽ 159 റൺസിന് പുറത്തായി. 46 റൺസെടുത്ത ഹർലീൻ ഡിയോളാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഡയാന ബേഗ് പാകിസ്ഥാന് വേണ്ടി 4 വിക്കറ്റുകൾ വീഴ്ത്തി. വ്യാഴാഴ്ച വിശാഖപട്ടണത്ത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ന് ലോക സെറിബ്രൽ പൾസി ദിനം. സെറിബ്രൽ പൾസി ബാധിച്ചവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും അവബോധം വളർത്തുന്നതിനുമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഐക്യത്തോടെ അതുല്യമായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ച ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 6 സ്വർണവും 10 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 22 മെഡലുകൾ നേടി. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന അവസാന ദിന മത്സരത്തിൽ 200 മീറ്റർ T12-ൽ സിമ്രാൻ ശർമ്മ, 100 മീറ്റർ T35-ൽ പ്രീതി പാൽ എന്നിവർ വെള്ളി മെഡൽ നേടി. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ ഇന്ന് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ ആരംഭിക്കും. ഇതിന് മുന്നോടിയായി ഗാസയിലെ ഇസ്രായേൽ ആക്രമണം താൽക്കാലികമായി നിർത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. 20 നിർദ്ദേശങ്ങൾ അടങ്ങിയ US സമാധാന പദ്ധതി ഇരുപക്ഷവും അംഗീകരിച്ചിട്ടുണ്ട്. എവറസ്റ്റിന്റെ ടിബറ്റൻ മേഖലയിൽ മഞ്ഞുവീഴ്ചയെ തുടർന്ന് 1000-ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. 4900 മീറ്റർ ഉയരത്തിലുള്ള ക്യാമ്പ് സൈറ്റിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഏകദേശം 350 പേരെ രക്ഷപ്പെടുത്തി ബുഡാങ് പട്ടണത്തിലേക്ക് കൊണ്ടുപോയതായാണ് വിവരം. നേപ്പാളിൽ 3 ദിവസമായി തുടരുന്ന മഴ മൂലമുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ 49 പേർ മരിച്ചു. മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും അടിസ്ഥാന സൌകര്യങ്ങൾ തകർന്നു. നേപ്പാൾ മഴക്കെടുതികളിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നേപ്പാൾ ജനതയ്ക്കും സർക്കാരിനുമൊപ്പമാണ് ഇന്ത്യയെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 17 പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കുട്ടികൾക്കുള്ള ചുമമരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ ഖത്തർ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉത്സവ സീസണിലെ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ സർവീസുകൾ നടത്താൻ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ട് DGCA. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നവരാത്രി അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ചേരും. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 88 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.